CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് FC ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണക്ക് പകരമായി കൊണ്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ഫെഡോർ സെർണിച്ച് ഇന്ന് ഇപ്പോൾ കൊച്ചിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകരെല്ലാവരും തന്നെ ഉറ്റുനോക്കിയ ഒരു സമയമാണിത്. കാരണം ഫെഡോർ സെർണിച്ച് എന്നാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് അഥവാ ഇന്ത്യയിലേക്ക് എത്തുക എന്ന് അന്വേഷിച്ചിരിക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും. അങ്ങനെ അവസാനം താരം ഇപ്പോൾ കൊച്ചിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ വളരെ മികച്ച രീതിയിലുള്ള ഒരു വരവേൽപ്പ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധക കൂട്ടായ്മയായ മന്നപ്പട താരത്തിന് നൽകിയിട്ടുള്ളത്. മജീഷ്യൻ അഡ്രിയാൻ ലൂണക്ക് പകരമായി കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതും വെറും 2 മാസത്തേക്ക് മാത്രമാണ് ഈ ഒരു താരം ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 മാസത്തെ കാലയളവിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം മിന്നും പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ തന്നെ 3 പൊസിഷനുകളിൽ മികച്ച പ്രകടനം നടത്താൻ കൽപ്പുള്ള ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഇത് കൂടാതെ നിലവിൽ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും മറ്റൊരു സംശയമാണ് പെപ്രക്ക് പകരമായി കൊണ്ട് ആരെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ റിപ്പോർട്ട് ഇപ്പോൾ 19 സ്റ്റോപ്പേജ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പ്രീ സീസണിലെ മത്സരങ്ങളിലെല്ലാം തന്നെ നമുക്ക് ട്രയൽസിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു ഇമാനുവൽ ജസ്റ്റിൻ. ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ ഗോകുലം കേരള FCയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. പ്രീ സീസണിലെ ട്രയൽസിലെല്ലാം തന്നെ താരം മികച്ച ഫോമിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ വിട്ടിട്ടുണ്ടായിരുന്നതും. നിലവിലെ ഈ ഒരു 19 സ്റ്റോപ്പേജിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ ഗോകുലം കേരളയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഇമാനുവൽ ജസ്റ്റിനെ തിരിച്ചു വിളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരു 10ാം സീസണിലേക്ക് ഗാനയിൽ നിന്നും ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന കാമി പെപ്രക്ക് പരിക്ക് പറ്റിയതിനെ തുടർന്നുകൊണ്ട് താരത്തിന് ഈ ഒരു ISL സീസൺ മുഴുവൻ തന്നെ നഷ്ടമാവുമെന്നിപ്പോൾ ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ക്വാമി പെപ്പർക്ക് പകരമായി കൊണ്ട് മറ്റൊരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചേ മതിയാവൂ. ഇതിനെ തുടർന്നുകൊണ്ട് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ലോൺ അടിസ്ഥാനത്തിൽ ഗോകുലം കേരളയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്ന ഇമാനുവൽ ജസ്റ്റിനെ തിരികെ വിളിക്കാൻ പോവുകയാണ്. ഏതായാലും നമുക്കറിയാം ഈ ഒരു 10ാം സീസണിൽ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷമാണെങ്കിലും വളരെ മികച്ച ഫോം തന്നെ വീണ്ടെടുത്ത ഒരു താരമായിരുന്നു ക്വാമി പെപ്ര. പക്ഷെ ഇപ്പോൾ താരത്തിന് പരിക്ക് പറ്റിയ ഈ ഒരു സാഹചര്യത്തിൽ താരത്തിന് ഈ ഒരു ISL സീസൺ മുഴുവൻ തന്നെ നഷ്ടമാവുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്വാമി പെപ്രയുടെ അഭാവം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മുന്നേറ്റ നിരയിൽ നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കും. ഏതായാലും പെപ്രക്ക് ഒരൊത്ത പകരക്കാരനാവുമോ ജസ്റ്റിൻ എന്നുള്ളതെല്ലാം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.